അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായും ജീവിതത്തിൽ വരുന്നതാണ്. നമ്മുടെ കുടുംബത്തിലായിക്കോട്ടെ, മൂത്താപ്പന്മാരായിക്കോട്ടെ, അമ്മായിമാരായിക്കോട്ടെ, ഉമ്മമാരായിക്കോട്ടെ, ഉപ്പമാരായിക്കോട്ടെ, നമ്മുടെ താടി കാണുമ്പോൾ അവർക്ക് ദേഷ്യം വരികയാണ്, അവർക്ക് വെറുപ്പ് വരികയാണ് മനസ്സിക്ക്. അവർ പുറത്തേക്ക് വെറുപ്പാന്ന് പറയൂല, പക്ഷെ അവരിങ്ങനെ മോഡേൺ ലെവലിൽ സംസാരിക്കും. മുഖത്തിന് ഭംഗി വരണ്ടേ, അള്ളാഹു ഭംഗിനെ സ്നേഹിക്കുന്നവനല്ലേ, അതുകൊണ്ട് താടിൻ്റെ കള അല്ലെങ്കിൽ താടി ഷേവ് ചെയ്ത് വൃത്തിയാക്കി, ഞാൻ ട്രിം ചെയ്ത് സൈഡാക്കി ഷേപ്പാക്കി പറയണവർ. അപ്പോൾ അവർക്ക് അറിയില്ല താടി വളർത്തൽ നിർബന്ധമാണ്, വാജിബാണ്, അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ്. ഇവർ സുന്നത്താണ്, ആ സുന്നത്താണെങ്കിൽ അടിച്ചു കളയാന്ന് അതിൻ്റെ അർത്ഥം. സുന്നത്താണെങ്കിൽ ചെയ്യണ്ടെന്ന് അതിൻ്റെ അർത്ഥം. സുന്നത്ത് വാജിബായ സുന്നത്താണ്, അത് മനസ്സിലാക്കാൻ വേർതിരിച്ച് മനസ്സിലാക്കണം, പഠിക്കണ്ടേ, ദീൻ പഠിക്കണ്ടേ. അവർക്ക് നമുക്ക് ഇങ്ങനെ പണിയെടുക്കണം, പൈസ ഉണ്ടാക്കണം, ദുനിയാവിൻ്റെ കാര്യം നോക്കണം, വീടിൻ്റെ കാര്യം, നമ്മുടെ ചിലവ്, നമ്മുടെ വീട്, നമ്മുടെ സമ്പത്ത് എന്ന് പറഞ്ഞിട്ട് ദുനിയാവിൻ്റെ പിന്നാലെ പോകുമ്പോൾ ദീൻ പഠിച്ച് അത് പറഞ്ഞു കൊടുക്കുന്ന ആളുകളെ പോലും കേൾക്കാൻ യാതൊരുവിധ സന്നദ്ധത കാണിക്കാത്ത ആളുകൾ. കാരണം അവർക്ക് അത് കേട്ടാൽ നന്നാവും, അവർക്കറിയാം ഇവൻ പറയുന്നത് കളവല്ല, അവൻ പറയുന്നത് ശരിയാണ്. പക്ഷെ അംഗീകരിക്കാനുള്ള മടിയാണ് സഹോദരങ്ങളെ. അപ്പോൾ ഇവർ ഈ പറയുന്ന നമ്മുടെ നീളം വസ്ത്രധാരണം അതിനെ പരിഹസിക്കുക, അതിന് വെറുപ്പോടെ കാണുക. സഹോദരങ്ങൾ പറഞ്ഞ് അവർക്ക് വെറുപ്പാണ് എന്നത് നമുക്കതിനെ മനസ്സിലായി, നമ്മുടെ താടിയോടുള്ള വെറുപ്പാണ് അവർക്ക്. സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം, ഈ കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഇതുപോലെ ദീനനുസരിച്ച് ജീവിക്കുന്ന ആളുകളെ അവരെ ഉപദേശിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, നാളെയെങ്ങാനും അവർ ഫിത്ന പടർന്ന കാലത്താണ്, യുവാക്കളാണ്, ദീനിൽ നിന്ന് തെറ്റി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയ ആളുകളാണെങ്കിൽ നമുക്ക് പിന്നെ പറയാൻ പറ്റും, മോനെ നീ നന്നായി നടക്ക്. പണ്ട് അവർ മോശമായി നടക്കുന്ന കാലത്ത് നീ മോനെ നിസ്കരിക്കുന്നു പറഞ്ഞ ആളുകൾ അവൻ നിസ്കാരവും ദീനൊക്കെ പാലിക്കുമ്പോൾ അതിനെ എതിർക്കുകയാണ്. അപ്പം നിങ്ങളുടെ ആവശ്യം എന്താണ്? നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, അതാണോ ലക്ഷ്യം? അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിനെ സ്നേഹിക്കുന്ന യുവാക്കൾ നാളെ ഇസ്ലാമിൽ തന്നെ പുറത്തു പോയാൽ, അള്ളാഹു കാക്കട്ടെ, ഫിത്ന പടർന്ന കാലത്താണ്, രാവിലെ മുഅ്മിനായ വൈകുന്നേരം ആകുമ്പോഴേക്കും കാഫിറാവും. ഇന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി ഹദീസാണ്, കാഫിറായി പോകുന്ന ഫിത്നകളാണ് വൈകുന്നേരം മുഅ്മിനായ രാവിലെ ആകുമ്പോഴേക്കും കാഫിറായി പോകുന്ന ഫിത്ന. അത്ര പടർന്ന കാലഘട്ടത്താണ് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദീനിൽ നിന്ന് തെറ്റിപ്പോയിട്ട് പിന്നീട് പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ്റെ ദീനിനെ പരിഹസിക്കുക, അവൻ്റെ ഇബാദത്തിനെ പരിഹസിക്കുക, അവൻ്റെ വസ്ത്രധാരണത്തെ പരിഹസിക്കുക, അവൻ്റെ നെരിയാടിക്ക് മുകളിൽ വസ്ത്രം, ഇതൊക്കെ നിഷ്ഠ പാലിക്കുന്ന ആളുകളെ പരിഹസിക്കാതിരിക്കുക, അതാണ് ഏറ്റവും നല്ലത്. കാരണം നാളെ അവൻ തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രോത്സാഹിപ്പിക്കാനില്ലെങ്കിൽ ഉപദ്രവിക്കാതിരിക്കുക, അവൻ്റെ പാട്ടിന് വിടുക. കാരണം അവർ പഠിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. ഇനി അവർ വളർന്ന് വലുതാകുമ്പോൾ നമ്മൾ ആ താടിയെ വെറുതെ വിടാൻ സമ്മതിച്ചാലല്ലേ നാളത്തെ കട്ടിയുള്ള മനോഹരമായ താടിയായി വരുള്ളൂ. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താടിയുടെ വലിപ്പം എത്ര പഠിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്വഹാബാക്കളുടെ താടികൾ പഠിച്ചിട്ടുണ്ടോ? അവർക്കൊക്കെ താടി ഉണ്ടായില്ലേ? നിങ്ങളിപ്പോൾ ഡ്രിം ചെയ്ത് നടക്കുകയാണോ? ഡ്രിം ചെയ്ത പോലെ ഭയങ്കര മനോഹരമാണെന്നാണ്. അതങ്ങനെ, അത് ശൈത്താൻ അവർക്ക് തോന്നിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളാണ്. ഇസ്ലാമിലെ ചിഹ്നങ്ങളെ വെറുക്കുക, ഇസ്ലാമിലെ ചിഹ്നങ്ങളെ മോശമായി ചിത്രീകരിക്കാൻ ശൈത്താൻ ഉണ്ടാക്കി തരുന്ന ഒരു പവറാണത്, അല്ലെങ്കിൽ വസ്വാസാണ്. അതെടുത്തിട്ട് ഈ കാണുന്ന ദീനനുസരിച്ച് നടക്കുന്ന ആളുകളുടെ മേലേക്ക് ഇടരുത്. ശക്തമായിക്കൊണ്ട് പറയുകയാണ്, നിങ്ങൾ ആ പരിപാടി ഉണ്ടെങ്കിൽ നിർത്തുക. നിങ്ങൾക്കത് ഗുണം ചെയ്യില്ല, ദോഷമേ ചെയ്യൂ.